കേരളത്തിലെ ഒരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞു പോലും അത് അറിഞ്ഞിട്ടില്ല. എത്ര രഹസ്യമായിട്ടാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കോൺഗ്രസിന്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിനോ ഒരു നോട്ടീസ് അയച്ചാൽ ED തന്നെ അത് പത്രപരസ്യം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും. പിന്നെ ചോദ്യം ചെയ്യലായി, അറസ്റ്റ് ചെയ്യലായി, കേസൊന്നും ഉണ്ടാവണ്ട. ഇപ്പൊ സഞ്ജയ് റാവത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. 6-7 ദിവസം നീണ്ടുന്ന ചോദ്യം ചെയ്യലാണ് എല്ലാവർക്കും. ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ, ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ED ഒരു നോട്ടീസ് അയച്ചാൽ അത് രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും. ചോദ്യം ചെയ്യലുണ്ടാകും. ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യലുണ്ടായിട്ട് പോയില്ല എന്ന് പറഞ്ഞു. പിന്നെ ചോദ്യം ചെയ്യലുണ്ടായോ? ഇതിന് സമാധാനം പറയേണ്ടത് ED ആണ്. ഈ കേസ് തീർത്തോ? അതല്ല, നടക്കുന്നുണ്ടോ? ഒരു പ്രാവശ്യം ഹാജരാവാത്ത ആള് പിന്നീട് എന്തുകൊണ്ട് ഹാജരായില്ല? വിളിച്ചില്ലേ? ഇത്തരം ചോദ്യങ്ങൾ മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. ആ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞേ മതിയാകൂ.